ദൈവിക ആലോചനകൾക്ക് ആധാരമായിരിക്കേണ്ടതിന് വിശുദ്ധ തിരുവെഴുത്തുകൾ തുറക്കാം. വൈദ്യനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 37-ാം വേദസൂക്തം പൊതുസഭ കേൾക്കെ വായിച്ച് സഹായിച്ചാലും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 37-ാമത് വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, പുത്രൻ മഹിമപ്പെടേണ്ടതിന് അങ്ങയുടെ സന്നിധിയിൽ ഏഴകളായി ഞങ്ങൾ കൂടി വന്നിരിക്കുന്നു. അങ്ങയുടെ പവിത്രമായ വചനം ഞങ്ങൾക്ക് ഇന്ന് നൽകിയതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ വായിച്ച് കേൾക്കപ്പെട്ടതായ വചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സമാധാനത്തിനും ഞങ്ങളുടെ വിഷയങ്ങളുടെ മേലുള്ള ദൈവപ്രവർത്തിക്കും, കർത്താവേ, ഇന്ന് ഈ വചനം ഞങ്ങളുടെ സൗഖ്യത്തിനും ഈ വചനം ഞങ്ങളുടെ വിടുതലിനും കാരണമായി തീരേണ്ടതിന് ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് വെളിപ്പെടുത്തണമേ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തി ഇന്ന് ഞങ്ങളിൽ, ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ വിഷയങ്ങളിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അങ്ങയുടെ വചനത്തിൻ്റെ പ്രകാശനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ യാചിക്കുന്നു സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. മത്തായിക്കും മലാഖിക്കും ഇടയ്ക്കുള്ള 400 വർഷത്തെ ഏകദേശം കാലം അന്ധകാര യുഗം എന്ന് വിശേഷിപ്പിക്കാം. അങ്ങനെ അന്ധകാര യുഗത്തിൽ ആമഗ്രമായി പോയ ജനകോടികൾ, പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ കാലങ്ങൾ, ഇസ്രയേലിൻ്റെ നാൾ വഴികൾ, ഇസ്രയേലിൻ്റെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ, ഇവയൊക്കെ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപഗ്രഥിച്ച് അവ ധ്യാനിച്ച് വരുമ്പോൾ ഈ മത്തായിക്കും മലാഖിക്കും ഇടയ്ക്കുള്ള ഈ കാലം, ആ കാലത്തിൽ ഉറീമിലൂടെയോ തുമ്മീമിലൂടെയോ വാമൊഴിയായോ വരമൊഴിയായോ ദൈവത്തിൻ്റെ ശബ്ദം എങ്ങും കേൾക്കാതെയുള്ള ഒരു കാലം. ആ കാലത്തിന് ശേഷം ന്യായപ്രമാണ യുഗത്തിൻ്റെ സന്ധ്യാശബ്ദമായി ന്യായപ്രമാണം യോഹന്നാൻ വരെ എന്നുള്ള ആ നിലയിൽ യോഹന്നാൻ സ്നാപകൻ്റെ രംഗപ്രവേശനം, സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷയ്ക്ക് തൊട്ട് പുറകെ കാലകതിരവനായ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം. എന്നാൽ യേശു കർത്താവിൻ്റെ ഉലകത്തിലേക്കുള്ള വരവ് സംബന്ധമായ വിഷയങ്ങൾ, അത് തുടക്കം നന്നായി വിവരിച്ചിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും 4 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുമ്പോൾ അവരൊക്കെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിഭിന്ന വീക്ഷണത്തിൽ പരാമർശിച്ചിരിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിനകത്ത് സുവിശേഷകൻ കുറച്ചും കൂടെ വിശദീകരിച്ച് അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എൻ്റെ ചിന്ത, എഴുത്തുകാരനായ ലൂക്കോസ് യേശു ജനിക്കുമ്പോൾ അങ്ങനെ ഒരു എഴുത്തുകാരനല്ല. യേശു ജനിക്കുമ്പോൾ ഈ മറിയയോട് സംസാരിക്കുമ്പോൾ ഈ വചനം ദൂതൻ പറയുമ്പോൾ ഒന്നും ലൂക്കോസ് അവിടെ ഇല്ല. ലൂക്കോസിനെ എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിൻ്റെ ന്യായമായി ചിന്തിക്കാവുന്ന തെളിവ് ലൂക്കോസ് ഈ സുവിശേഷം എഴുതുമ്പോഴും ലൂക്കോസ് രംഗപ്രവേശനം ചെയ്യുമ്പോഴും ഒക്കെ മറിയ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ ക്രൂശിലുള്ള മരണസമയത്തും മറിയയുണ്ട്, യേശുവിൻ്റെ അമ്മ മറിയയുണ്ട്. അതുകൊണ്ട് മറിയ ജീവിച്ചിരുന്നു. ന്യായമായി നമ്മുടെ നിലയിൽ ചിന്തിച്ചാൽ
മറിയയുടെ ഒരു അഭിമുഖം നല്ല നിലയിൽ ലൂക്കോസ് എഴുത്തുകാരൻ നന്നായി നടത്തിയിട്ടുണ്ട്. നമ്മുടെ ക്രൈസ്തവ എഴുത്തു ലോകത്തുള്ള ആളുകൾ പ്രമുഖരായ ഗതകാല ചരിതം നന്നായുള്ള അഭിഷക്തന്മാരുടെയൊക്കെ കഴിഞ്ഞകാല നാൾ വഴികൾ, പിന്നിട്ട വഴികളൊക്കെ അവർ ഇൻ്റർവ്യൂ നടത്തി എഴുതാറുണ്ട്. നന്നായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കാണും മറിയയോട്. അല്ലാതെ മറിയയ്ക്ക് വെളിപ്പെട്ട കാര്യങ്ങൾ ലൂക്കോസ് എഴുതിയത് കൃത്യമായി മനസ്സിലാക്കിയോ ചോദിച്ച് മനസ്സിലാക്കിയോ ആയിരിക്കാം. എന്നാൽ മറിയ ഇത് എല്ലാം കൃത്യമായി പറഞ്ഞു. സ്തോത്രം. അവിടെയാണ് ആ സഹോദരിയെ അഭിനന്ദിക്കേണ്ടത്. ദൈവസ്പർശനം ഏറ്റ സമയം മുതലുള്ള സംഗതികൾ എവിടെയും പിശകില്ലാതെ, സ്തോത്രം, പിന്നീട് വരുന്ന വായനക്കാർക്ക് ഒന്നും ഒരു പിശകും വരാത്ത പോലെ പരിശുദ്ധാത്മ നിയോഗത്തിൽ അത് കൃത്യമായിട്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇന്നും നമുക്ക് ഇത് വായിക്കുമ്പോൾ ഒരാശയക്കുഴപ്പമില്ലാതെ കാര്യം മനസ്സിലാകുന്നത്. ദൂതൻ, മറിയ, അവർ തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ ദൂതൻ്റെ വാക്കുകൾ, മേരിയുടെ വാക്കുകൾ. ദൂതൻ പറയുന്നു, മേരി പറയുന്നു. മേരിയുടെ ചോദ്യം, ദൂതൻ്റെ ഉത്തരം. അവൻ സ്വർഗീയ ഉത്തരം, ഭൗമമണ്ഡലത്തിലെ ചോദ്യം. ഇങ്ങനെ ചോദ്യ ഉത്തരമാണ് 26 മുതലുള്ള അതിന് 38 വരെയുള്ള വാക്യങ്ങൾക്കകത്തുള്ള ആ രീതി. നമുക്ക് 37-ാമത്തെ വാക്യത്തിൽ ദൂതൻ്റെ വാക്കുകളാണ്. ആ വാക്ക് ഇങ്ങനെ: അതിന് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സന്തോഷത്തോടെ നമ്മുടെ കരമുയർത്തിയും ദൈവത്തിൻ്റെ മഹത്വം കരേറ്റാമോ? ഈ വചനം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഹാളിനകത്തൂടെ പറഞ്ഞുകൊണ്ട് നടന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല എന്ന പ്രയോഗം അല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം ആണോ എന്നല്ല, ചോദ്യവുമല്ല. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു ശൈലി നോക്കണേ. അല്ലല്ലോ, അല്ലല്ലോ എന്നുള്ള ആ ലല്ലല്ലോ എന്നുള്ള വാക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരർത്ഥം ഇതാണ്: മറിയെ, നിനക്കറിയാമല്ലോ. മറിയയ്ക്ക് അതിനകത്ത് ബോധ്യമുണ്ടെന്ന് ദൂതൻ തിരിച്ചറിഞ്ഞ് സംസാരിക്കുന്ന വാക്കാണ്. മേരി, മറിയെ, നിനക്ക് അറിയാമല്ലോ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലെന്ന് നിനക്ക് അറിയാമല്ലോ. ഇന്ന് ഇങ്ങനെ ദൈവത്തിന് നമ്മളോട് പറയത്തക്ക രീതിയിൽ വിശ്വാസത്തിന് തികവുള്ള ദൈവത്തിന് അങ്ങനെ വിശ്വാസത്തിൻ്റെ അളവ് നന്നായി അളന്നിട്ടുള്ളത്, അളക്കുന്നത്, അളക്കാനുള്ള അളവുകോലുള്ളത് ഇന്നിവിടെ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവിനാണ്. അങ്ങനെയെങ്കിൽ കർത്താവിന് നമ്മെക്കുറിച്ച്, അങ്ങനെ കർത്താവിനെ നാം വിശ്വസിക്കുന്നു എന്നൊരു ബോധ്യം അകത്തുള്ളവർ, ആമേൻ, അങ്ങനെ ഒരു ബോധ്യം നമ്മെക്കുറിച്ച് കർത്താവിന് ഉണ്ടാകത്തക്ക രീതിയിൽ വിശ്വാസത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്നിലുണ്ടെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാം. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല കേട്ടോ എന്നുള്ള ഒറ്റ ഭാഗത്തെ പരാമർശമല്ല, ആ കാര്യം മേരിയും വിശ്വസിക്കുന്നവളാണ്. ഇവിടെ നിന്നുകൊണ്ട് ഈ ദൂതിൻ്റെ പ്രാരംഭ ഭാഗത്തിൽ ഇങ്ങനെ ഒരു ദൈവിക ആലോചന കൈമാറുന്നു. ദൈവം ചില വാഗ്ദത്തങ്ങൾ കൈമാറാൻ പോകുന്നു. ദൈവം ചില വാഗ്ദത്തങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. ദൈവം അവൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നു. ദൈവം നമ്മോട് നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായ, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ,
നാം പഠിച്ചിട്ടുള്ള ശാസ്ത്രത്തിനപ്പുറമായ, നാം വായിച്ചെടുത്ത അറിവിനപ്പുറമായ, നാം പഠിച്ച അറിവിന് അപ്പുറമായ ചില കാര്യങ്ങൾ നിന്നോട് പറയാൻ പോകുന്നു. എന്നാൽ അത് വിശ്വസിക്കാൻ തക്ക രീതിയിലുള്ള വിശ്വാസത്തിൽ വളർച്ച നമുക്കുണ്ടോ? സ്തോത്രം. അത് ഉണ്ടെങ്കിൽ ഇന്നു തന്നെ ആ വചനത്തിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തി നമ്മിൽ വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവം ശക്തനെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുമ്പോൾ ഈ ദൂത് ഏറ്റെടുത്ത് സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ആമൻ കഴിയുന്ന ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ ആമൻ മഹത്വപ്പെടുത്തിയാലും. സ്തോത്രം. ഒന്നും കൂടെ പറയാം. നമ്മിലുള്ള വിശ്വാസത്തിൻ്റെ അളവ് ദൈവം ചില കാര്യങ്ങൾ കൈമാറുമ്പോൾ ആ കാര്യം പ്രത്യക്ഷരമായി നമ്മിൽ നിറവേറാൻ നമ്മിലുള്ള വിശ്വാസത്തിൻ്റെ അളവ്, ആ അളവ് ആമേൻ ഏത് നിലയിലാണ്? വിശ്വാസത്തോട് കൂടെ ചേർക്കപ്പെടേണ്ട ഒരു ഘടകമുണ്ട്. അതെന്തെന്നറിയാമോ? വീര്യം. പണ്ട് തമിരടിച്ച് പാറയിൽ ഒരു കുഴിയുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കരിമരുന്ന് കുത്തി നിറച്ച് അതിൽ ആ കരിമരുന്നിൽ തിരിയിട്ട് പൊട്ടിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അല്ല, ആ രീതി ഇന്നുമുണ്ട്. പാറകൾ പൊട്ടിക്കുന്ന രീതിയുണ്ട്. എന്നാൽ അതിന് വീര്യം കൂടാൻ വേണ്ടി പണ്ട് ചിലരൊരു പരിപാടി ചെയ്യും. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. ഉപ്പിട്ടാൽ ആ കുറച്ചും കൂടെ ചീളുകളായി, ചെറിയ കഷണങ്ങളായി അത് പൊട്ടിക്കിട്ടും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, സ്തോത്രം, വിശ്വാസം നമുക്കുണ്ട്. ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു ചതഞ്ഞ പരുവത്തിൽ, ഒരു ഒഴുക്കൻ പരുവത്തിൽ, ഒരു തണുത്ത പരുവത്തിൽ, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള അവൻ ആ വിശ്വാസത്തിൻ്റെ ആ വിഷയത്തെ ദൈവം പറഞ്ഞത് നടന്നാലും കുഴപ്പമില്ല, നടന്നില്ലേലും കുഴപ്പമില്ല. സ്തോത്രം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇങ്ങനെ ഉള്ളൊരു മനോതലമുണ്ട്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് കയറി വരണം. എനിക്ക് വിശ്വാസമുണ്ട് കർത്താവിനെ. എത്ര പേര് കർത്താവിനെ വിശ്വസിക്കുന്നു? അതിവിടെ കൈ ഉയർത്തി പറയേണ്ട ആവശ്യമില്ലെങ്കിലും നമുക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ പറ്റും. അഭിമാനമാണ്. കർത്താവ്, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു, അങ്ങയുടെ വാക്കുകളെ വിശ്വസിക്കുന്നു, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു, അങ്ങയുടെ ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു, അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കരേറ്റാം. എന്നാൽ എൻ്റെ വിശ്വാസത്തിന് വീര്യം കൂട്ടിത്തരണമെന്ന് ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ചില വലിയ പ്രവർത്തികൾ നമ്മുടെ വീട്ടിൽ വെളിപ്പെടാൻ, നമ്മുടെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ, നാൾ വഴികളിൽ വെളിപ്പെടാൻ, തലമുറയുടെ ഭാവിയിൽ വെളിപ്പെടാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രബോധന ദൂത്, വിശ്വാസത്തോടുകൂടെ വീര്യം കൂട്ടിക്കിട്ടാൻ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസത്തോടുകൂടെ വീര്യമുണ്ടാകാൻ കാക്ഷിക്കുന്ന എത്ര പേരുണ്ട്? അവർ ദൈവത്തിന് മഹത്വം കരയറ്റട്ടെ. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ വിശ്വാസത്തിന് വീര്യം കൂട്ടിത്തരണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? എൻ്റെ വിശ്വാസത്തിന് വീര്യം കൂട്ടിത്തരണമേ. 2024 വിശ്വാസമല്ല, അതിനപ്പുറത്തൊരു ലെവലിൽ ഈ 2025 പ്രാരംഭ മാസത്തിൽ അങ്ങേ ആഴമായി വിശ്വസിക്കാൻ. അടുത്തത്, വിശ്വാസത്തിൽ ആരോഗ്യാവസ്ഥ. വിശ്വാസത്തിൽ അനാരോഗ്യമുള്ളവനോട് വാഗ്ദത്തം പറഞ്ഞാൽ, ദൂത് പറഞ്ഞാൽ, വചനം പറഞ്ഞാൽ അവൻ ആ വചനം അതങ്ങ് എടുത്തു വെക്കും. എന്നാൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവൻ്റെ കയ്യിൽ ഒരു വാഗ്ദത്തം കിട്ടിയാൽ, സ്തോത്രം, താൻ ഇട്ട ആ മുട്ടയ്ക്ക് മോളിൽ ചിറക് വിടർത്തി കാത്തിരിക്കുന്ന പക്ഷിക്ക് സമാനമായി മാറുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൂത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവർ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്താൽ ആ വാഗ്ദത്തം അതിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തിക്ക് വേണ്ടി ആ മുഴുവൻ ആരോഗ്യത്തോടെ അവർ കാത്തിരിക്കും.
സ്തോത്രം. പിതാവിങ്കിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി 120 പേർ കാത്തിരുന്നത് ആ വാഗ്ദത്തം നിറവേറാൻ തികഞ്ഞ വിശ്വാസത്തോടെയായിരുന്നു. ഇന്ന് രാത്രിയിൽ ആ വിശ്വാസത്തിൻ്റെ അളവിലേക്ക് കയറി വരാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ എന്ന വാക്ക് മാത്രമാണ് നമ്മളൊന്ന് ഗ്രഹിച്ചത്. എന്താണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ദൂതൻ പറഞ്ഞതിൻ്റെ ആശയം അത് ഗ്രഹിക്കാൻ വിശുദ്ധ തിരുവെഴുത്തിലെ 5-ാം സുവിശേഷ ഗ്രന്ഥമെന്ന് വിളിക്കുന്ന പഴയ നിയമ പ്രവചന പുസ്തകമായ BC 700-780 ചതുഷ്ടയങ്ങളിൽ പ്രവചിച്ച പ്രവാചക പ്രമുഖനായ യെശയ്യാ ദീർഘദർശിയുടെ പ്രവചന ഗ്രന്ഥത്തിലെ ചില വാക്യത്തിൻ്റെ നുറുങ്ങ് പ്രയോഗങ്ങൾ എടുത്തിവിടെ ചേർത്തി വെച്ചാൽ ഇതിൻ്റെ ആഴം നമുക്ക് ആഴത്തിൽ അല്പം ഗ്രഹിക്കാൻ പറ്റും. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന വാചകത്തിലെ പദകോശങ്ങളുടെ അപഗ്രഥനം മാത്രം ഞാൻ ഹ്രസ്വമായി പറയുകയാണ്. ഒരു കാര്യവും, സ്തോത്രം, അത് ഇന്ന് പകലിൽ മുഖവര സന്ദേശത്തിൽ സമാപന സന്ദേശത്തിലും ഒന്ന് ചേർത്തി പറയുകയുണ്ടായി. ഒരു കാര്യവും, സ്തോത്രം. അപ്പോൾ കാര്യം, നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം, വലിയ കാര്യം, വൻ കാര്യം, സ്തോത്രം, കാര്യമായ കാര്യങ്ങൾ, കാര്യഗൗരവമുള്ള കാര്യം എന്ന വിഷയത്തെ തന്നെ ഒന്ന് അപഗ്രഥിച്ച് കൈകാര്യം ചെയ്താൽ കാര്യം തന്നെ വിവിധ നിലയിൽ അത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഈ കാര്യം എല്ലാം, സ്തോത്രം, ബൈബിളിൽ ആദിയിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ ആമേൻ എന്ന് പറഞ്ഞ് കുത്തിട്ട് അവസാനിക്കുന്ന വെളിപ്പാട് പുസ്തകം വരെ നിരവധി കാര്യങ്ങളുടെ ഗൗരവമുള്ളത്, ഗൗരവം കുറഞ്ഞത്, പ്രസക്തിയുള്ളത്, പ്രസക്തി കുറഞ്ഞതായ നിരവധി കാര്യങ്ങൾ കാണാൻ പറ്റും. എന്നാൽ ഈ കാര്യങ്ങൾ ഒക്കെ അതെല്ലാം കൂടെ ചേർത്തി ഒരു കാര്യവും എന്നുള്ള ആ വാക്കിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ചെറുതും വലുതുമായ കാര്യങ്ങൾ, കുടുംബപരം, സഭാപരം, വ്യക്തിപരം, ശാരീരികം, മാനസികം, തലമുറയോടുള്ള ബന്ധത്തിൽ, സാമ്പത്തികം ആദിയായ വിഷയങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ചെറുതും വലുതുമായിട്ട് നമുക്ക് മുൻപിൽ ഉണ്ട്. ചെയ്ത് തീർക്കാനുള്ളതുണ്ട്. എങ്ങനെ ചെയ്ത് തീർക്കുമെന്നുള്ള ആവലാതിയുള്ളത്, വേവലാതിപ്പെടുന്നത്, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് അടുക്കി ക്രമപ്പെടുത്തി ഇനം തിരിച്ചു കൊണ്ടുവരുന്ന കാര്യമല്ല. സകല കാര്യവും വലിച്ചു വാരി കൊണ്ടുവന്നിട്ട് ആമൻ എന്നിട്ട് ആമൻ ഈ വാക്യം പറയാം, ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. വലിച്ചു വാരി കൊണ്ടുവരാൻ പറഞ്ഞ വാക്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല ചിന്തകൾ കയറാം. എന്നാൽ നിറവേറാൻ പോകുന്നത് ദൈവഹിതപ്രകാരമുള്ള എല്ലാ കാര്യവും നിറവേറും. സന്തോഷത്തോടെ ഒന്ന് കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റാം. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടാതെ, സ്പർശിക്കപ്പെടാതെ, ചലനമില്ലാതെ, അത് വെറും ഒരു സ്റ്റാച്ചുവായി, ഒരു സ്തൂപം പോലെ ചലനമില്ലാത്തതായി അത് കിടക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിനകത്തുള്ള, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്തുള്ള, തൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തടത്തിനകത്തുള്ള ആ ആശയപ്പുരക്കകത്തുള്ള കാര്യങ്ങൾ, നമ്മോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അവൻ ഏത് കാര്യമായാലും അത് കൊണ്ടുവന്ന് വെച്ചിട്ട് ചേർത്തി വെച്ച് പറയാൻ പറ്റും, ദൈവത്തിന് അസാധ്യമല്ലല്ലോ. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ട് അസാധ്യമായി നിൽക്കുന്നത്, നമ്മളെ പരിശോധിച്ച ഡോക്ടർ അസാധ്യമെന്ന് പറഞ്ഞത്
സ്തോത്രം, നാം നേരിടുന്ന വിഷയത്തിൽ അതിനെക്കുറിച്ച് നന്നായി അറിവുള്ള പഠനം നടത്തിയ ആളുകൾ അവൻ അസാധ്യമെന്ന് പറഞ്ഞത് ഇന്നലകളുടെ ഗതകാലത്തിൻ്റെ ആ ചരിതത്തിൽ നിന്ന് ചാലിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ അനുഭവത്തിൽ നിന്ന് ആമേൻ ഇത്ര കാലത്തെ സർവീസുള്ള അനുഭവമുള്ള എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നു എനിക്കത് അസാധ്യമാണ്, നടക്കത്തില്ലെന്ന് പറയുന്ന അവൻ സകലരും അവൻ അസാധ്യമെന്ന് പറയുന്ന നടപ്പുവശമില്ലാത്ത റൂട്ട്, നടപ്പുവശമില്ലാത്ത ചാൽ, തുറക്കാൻ സാധ്യതയില്ലാത്ത വാതിൽ, അത് ഏതുമാകട്ടെ ആ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അവൻ അസാധ്യമല്ലല്ലോ. ഈ വചനമൊന്ന് ഏറ്റെടുത്ത് പറയാൻ എത്ര പേർക്ക് പറ്റും? നമുക്ക് ഭാരമായി നിൽക്കുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വചനം പറയാൻ ചിലരോട് ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എനിക്ക് അസാധ്യമായി നിൽക്കുന്ന കാര്യമേ എൻ്റെ ദൈവത്തിന് ഈ കാര്യം അസാധ്യമല്ല. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എപ്പോഴാ ദൂതൻ പറഞ്ഞത്? അന്ധകാര യുഗത്തിൻ്റെ സായാഹ്നഘട്ടത്തിൽ അത്ഭുത പ്രകാശമായി കാലകതിരവനായി ഉലകത്തിൽ അവതരിക്കാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ എൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സ്തോത്രം, അവൻ ഉറീമിലൂടെ ദൈവം പറയാത്ത, തുമ്മീമിലൂടെ ദൈവം ഇടപെടാത്ത, പ്രവാചകനിലൂടെ ദൈവം ഇടപെടാത്ത വാമൊഴി വരമൊഴി ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയാത്ത, കേൾക്കാതിരിക്കുന്ന യോഹന്നാന്റെ ശബ്ദം മാത്രം മരുഭൂമിയിൽ ഉയർന്ന് കേൾക്കാൻ കാലമായ അന്ന് യോഹന്നാൻ അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയിട്ടുമില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അങ്ങനൊരു കാലത്താണ് ദൈവത്തിൻ്റെ ശബ്ദം മേരി കേൾക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മേരിമാർക്ക്, ഇവിടെ മേരി എന്നുള്ള പേരുള്ള എത്ര പേരുണ്ട് എനിക്കറിയില്ല. സ്തോത്രം, ഞാൻ പേരൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ആൻറ്റിമാർക്ക്, ഇവിടെയുള്ള സഹോദരിമാർക്ക് ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ പെന്തക്കോസ് മക്കളൊക്കെ പറയും, ഒന്ന്, ഞങ്ങളുടെ യോഗത്തിന് ചെല്ലുമ്പോൾ വചനത്തിലൂടെ ദൈവം സംസാരിക്കും. രണ്ട്, ഞങ്ങളുടെ സഭയിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കും. ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാനം യോഗം പ്രവാചകനൊന്ന് മുറുക്കും, കൈയടിച്ച് ഇടയ്ക്കോട്ടൊരു കാല് വെച്ച് ഇറങ്ങും. അന്നേരം എൻ്റെ തലേ കൈ വെച്ച് എന്നോട് പറയും. അങ്ങനെയും ദൈവം സംസാരിക്കും. പിന്നീട് ദൈവം എന്നോട് സ്വപ്നത്തിലൂടെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കും. വെളിപ്പാടിലൂടെ ഞാൻ കണ്ണിറുക്കി പിടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു? ശക്തമായ വെളിപ്പാട് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ദൈവം നമ്മോട് എന്ത് ചെയ്യും? സംസാരിക്കും. അങ്ങനെയൊക്കെ സംസാരിക്കും. എന്നാൽ ഇങ്ങനൊന്നും സംസാരിച്ച ഒരനുഭവവുമില്ല. സഭായോഗമില്ല, ഉപവാസ പ്രാർത്ഥനയില്ല, കാത്തിരിപ്പ് യോഗമില്ല. സ്തോത്രം, ആമേൻ. വേണ്ടവണ്ണം ആരാധന അന്നുള്ള ആലയത്തിലും ഇല്ല. അങ്ങ് അന്ധകാര യുഗമാണ്. ദൂതനെ കണ്ടവർ ഒന്നുമില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർ തലമുറയായിട്ട് ഇല്ല. അങ്ങനെ ഉള്ള 400 വർഷമേ ഓർക്കണം. ഇവിടെ പെന്തക്കോസ്തിൻ്റെ വിത്ത് ഈ ക്രൈസ്തവ കൈരളിക്കകത്തൊക്കെ വീണ് മുളച്ചിട്ട് 100 കൊല്ലം അനന്തരം ഞാൻ സമയത്തിൻ്റെയും സംവത്സരത്തിലൊക്കെ തർക്കം ഇപ്പോൾ ഉള്ള കാലമാണ്. ഞാൻ അതിലോട്ട് കയറുന്നില്ല. 100, 110, 105 എന്തോ ആയിക്കോട്ടെ, 90, 95 ആയിക്കോട്ടെ, അത് എന്തായാലും അത്രയായിട്ടേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ശീലമൊക്കെ നമ്മൾ പരിശീലിച്ചത് അങ്ങനെയാണ്, അല്ലേ? ഇങ്ങനെ ശമ്പളം പടഞ്ഞിരിക്കാനും, ഇങ്ങനെ സ്കാപ്പൊക്കെ കെട്ടി യോഗത്തിനിരിക്കാനും, ഇങ്ങനെ ചായന്മാരൊക്കെ ഇങ്ങനെ വന്നിരുന്ന് സ്വോത്രം ചെയ്യാനും, ഈ സിസ്റ്റം രീതിയൊക്കെ ഒരു 100 കൊല്ലം കൊണ്ട് ഇവിടെ വന്ന രീതിയാണ്. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണമേ, ഇങ്ങനെ ഒന്നുമുള്ള രീതിയില്ലാത്തൊരു കാലത്ത് ഹല്ലേലൂയ മേരിയോട് അവൻ ദൂതൻ പ്രത്യക്ഷനായിട്ട് മേരിയേ എന്ന് വിളിച്ചപ്പോൾ മേരി എൻ്റെ ഭാഷ വെരുണ്ടുപോയി കാണും. സ്തോത്രം. മാത്രമല്ല, അത് ദൂതനാണെന്നും ദൈവശബ്ദമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ഇന്നുള്ള പല മേരിക്കും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പലരും അത് ആരാ വിളിച്ചതെന്ന് അവർക്ക് അറിയേല. സ്തോത്രം. ചിലപ്പോൾ ദൈവം പറഞ്ഞാന്ന് പറഞ്ഞാൽ ചാശ് പറഞ്ഞത് ചിലപ്പോൾ പറയും. ദൈവം പറഞ്ഞതാന്ന് പറഞ്ഞ് സ്വയത്തിൽ നിന്ന് ചിലപ്പോൾ അടിച്ചുവിടും. എന്നാൽ ഈ സഹോദരി അവൻ ദൈവത്തിൻ്റെ ശബ്ദത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞു. അപ്പോൾ ദൈവശബ്ദം തിരിച്ചറിയത്തക്ക രീതിയിൽ പ്രാപ്തയായിരുന്നു. അടുത്തത്, ഈ
മേരിയോടുള്ള ബന്ധത്തിൽ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞ കാര്യങ്ങൾ 26 വാക്യം മുതൽ വായിക്കുമ്പോൾ ഒരു മുഖവരയാണ്. തൊട്ട പുറകെ ഒരു ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ പുറകെ ചോദ്യത്തിൻ്റെ ഉത്തരം 7 പോയിന്റാണ്. അതിൻ്റെ തൊട്ട് പുറകെയാണ് ഈ കാര്യം പരാമർശിക്കുന്നത്. 26 വാക്യം ഒന്ന് വായിച്ചാലും താഴോട്ട്. കന്യകയുടെ അരികിൽ അയച്ചു. അടുത്ത വാക്ക്, ആ കന്യകയുടെ അരികിൽ അയച്ചു. കന്യകയുടെ പേര് മേരി. സ്തോത്രം. ഇനി ഈ കന്യകയെ ഒന്ന് ചേർത്ത് വെക്കാൻ പോവുകയാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. യെശയ്യാ പ്രവചനം 7:14 കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. ആമേൻ. മത്തായി സുവിശേഷം 1:22 അതിൻ്റെ ഉദ്ധരണി കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. കന്യക. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയുടെ അരികിൽ ദൂതൻ പ്രത്യക്ഷനായി, കന്യക പ്രസവിച്ചു. ആ വചനം അറിയുന്നവർക്ക് മനസ്സിലാകുന്ന നിലയിൽ പറയാം, ഈ ലോകത്തിൻ്റെ ശാസ്ത്ര വ്യവസ്ഥിതികളെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ടുള്ള ജനനമാണ് യേശുവിൻ്റെ ജനനം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. കന്യകയുടെ അരികിൽ ദൂതൻ ചെന്നു. എന്നിട്ട് വായിച്ചു. അപ്പൊ ദൂതൻ വന്നപ്പോ പ്രൈസ് ദി ലോർഡ് എന്നല്ല പറഞ്ഞത്. ദൂതൻ മേരിയെ കണ്ടപ്പോൾ മേരിക്ക് വന്ദനമാണ് പറഞ്ഞത്. അപ്പൊ മേരിയോട് ആരും ഇതുവരെ വന്ദനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മേരി പറഞ്ഞു, ഇത് എന്തൊരു വന്ദനം. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഇത് എന്തൊരു വന്ദനം. അപ്പോൾ വന്ദനം എന്നാൽ എന്ത്? അത് മറ്റൊരു വിഷയമാണ്. അത് വിഷയം തിരിഞ്ഞു പോകും. പൗലോസും വന്ദനം പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വന്ദനം പറയുന്നത് നല്ലതാണ്. പൗലോസ് ലേഖനം തുടങ്ങുമ്പോഴും വന്ദനം പറഞ്ഞിട്ടുണ്ട്, അവസാനിക്കുമ്പോഴും വന്ദനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാണുമ്പോൾ വിശുദ്ധന്മാർ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യം എന്ത് ചെയ്യും? വന്ദനം ചെയ്യുമായിരുന്നു. അവര് പറയുന്നൊരു വാക്കുണ്ട്, മാറാനാഥ നമ്മുടെ കർത്താവ് വരുന്നു. അപ്പോൾ വന്ദനം എന്നുള്ള വാക്ക് പുതിയ നിയമസഭയ്ക്ക് സ്വീകാര്യമാണ്. അതുകൊണ്ട് സ്തോത്രം, ഞാനും ഇതൊക്കെ പരിശീലിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ ഇതൊരു വ്യത്യസ്തത എന്ന് തോന്നും. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വന്ദനം പറയുന്നത് നല്ലതാണ്. ദൂതൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പോള് പറഞ്ഞിട്ടുണ്ട്, സ്ലീഹന്മാർ പറഞ്ഞിട്ടുണ്ട്, ആമേൻ, പ്രാരംഭ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അവസാനം പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാനൊരു അംഗങ്ങളുള്ള ഒരു വലിയ സഭയിൽ ഇരിക്കുമ്പോൾ, വലിയ സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെന്തക്കോസ് IPCയിലെ ഒരു വലിയ സഭ, ഉള്ളതിൽ ആൾ കൂടുതലുള്ള സഭയിൽ ഞാൻ പാസ്റ്ററായിരുന്നപ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ യോഗത്തിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് കയറുക. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ നമുക്ക് വന്ദനം ചെയ്യാൻ അതിഥികളെ പറ്റില്ല. പിന്നെ ചിലരൊക്കെ മൂടുപട വിട്ട് പമ്മിയിരിക്കും. അവർ പിന്നീട് പാട്ടുപാടാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ അല്ലേ നമ്മളവരെ അറിയുക. അന്നേരം എൻ്റെ വന്ദനം ചൊല്ലൽ ഇവിടെയൊക്കെ സഭായോഗത്തിന് ചെയ്യുന്ന പോലെ യോഗത്തിൻ്റെ അവസാനം വന്ദനം പറയും. അപ്പോൾ ഒരു ഒടക്കൻ അപ്പച്ചൻ എന്നോട് ഇങ്ങനെ മെല്ലെ അടിയിൽ വന്നിട്ട് ഹൃത്തടത്തിൽ നിന്ന് ഒരു മടക്ക നിവർത്തി എന്നോട് പറഞ്ഞ ഒരു കാര്യം, അവസാനം വന്ദനം ചെയ്യാൻ പറ്റുമോ ഉപദേശി? അന്നേരം ഞാൻ പറഞ്ഞു, അതിനും ബാക്കിയുണ്ട്. സ്തോത്രം. അപ്പൊ ദൂതൻ വന്ദനം ചെയ്തു. മേരി വന്ദനം എന്താന്ന് പോലും അറിയാത്ത സഹോദരി, വന്ദനം എന്നാൽ എന്ത്? ചോദ്യം, ഉത്തരം വായിച്ചു. മേരിയേ, നീ ഭയപ്പെടണ്ട. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാൻ പോകുക എന്നല്ല പറഞ്ഞത്, ലഭിച്ചു. അപ്പോ എവളോട് പോലും ചോദിക്കാതെ എന്ത് ചെയ്തു? ആ വാക്കിന്റെ ആഴമൊന്ന് ഗ്രഹിച്ചേ. നിനക്ക് കൃപ തന്നോട്ടെ, ഏറ്റെടുക്കാൻ തയ്യാറാണോ?
സ്വീകരിക്കാമോ മേരി? ഒന്നുമല്ല, മേരിയുടെ വിശ്വാസത്തിൻ്റെ അളവും കാത്തിരിപ്പൊക്കെ നോക്കി അന്ധകാര യുഗത്തിൻ്റെ സായാഹ്നത്തിലുള്ള, എൻ്റെ വാക്ക് ഇങ്ങനെയാണ്, അന്ധകാര യുഗത്തിൻ്റെ പ്രൊഡക്റ്റായ സായാഹ്നപുത്രിയായ മേരിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. യോഗത്തിന് വന്നു. എനിക്ക് ഇന്നത്തെ യോഗത്തിന് വന്നുകൊണ്ട് കൃപ ലഭിച്ചെന്ന് പറഞ്ഞാൽ സ്തോത്രം, എത്ര പേർക്ക് തൃപ്തിയുണ്ട് അതിനകത്ത്? സ്തോത്രം. 3 ദിവസം ഉപവാസം ഇരുന്ന് കൃപ ലഭിച്ചു. പ്രിയരെ, ഈ കൃപ എന്ന വാക്കിൻ്റെ യവനായ പദം ക്യാരിസ് എന്നാണ്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനമാണ് എന്ത്? കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിച്ചു. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ദാനം ലഭിച്ചു. അടുത്ത വാക്ക് അവന് യേശുവെന്ന് പേര് വിളിക്കണം. 7 കൂട്ടം കാര്യങ്ങൾ, അത് വിസ്തരിക്കാൻ ഇപ്പൊ സമയമില്ല. വായിച്ചു വിട്ടോ. വിളിക്കപ്പെടും. ദൂതന്റെ പ്രസംഗം ശ്രദ്ധിച്ചേ. 7 പോയിന്റ്. വിഷയം യേശു. ഒന്ന് സ്വോത്രം ചെയ്യാം. അപ്പൊ പോയിന്റ് ഇട്ട് പ്രസംഗിച്ച ആള് ദൂതൻ വരെ പോയിന്റ് ഇട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇക്കാര്യം മേരിക്ക് ഇങ്ങനെ മേരിയോട് പറഞ്ഞത്. ഇനി വേറൊരു കാര്യം, ലൂക്കോസായി ഇത് എഴുതിയപ്പോ മേരി നീ പോയിന്റ് ഒന്നും പോയില്ല. സ്വോത്രം. ഹല്ലേലൂയ. നമ്മുടെ മേരിമാര് യോഗം കഴിഞ്ഞ് വീട്ടിലെത്തണ്ട അതിന് മുന്നമേ ഇന്നെന്തോ പ്രസംഗിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയേല. എന്നാൽ ഈ മേരിക്ക് നമ്മുടെ ഇവിടെ ഉള്ള കാര്യമല്ല, ഈ ഗോളത്തിലെ കാര്യമാണ് പറഞ്ഞത്. കാര്യം അവരിങ്ങനെ വന്നെങ്കിൽ ഇരിക്കുന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കൂടുതൽ എല്ലാ ആളുകളുടെയും അല്ല, ചിലരുടെ. അപ്പോൾ ഇവിടെ മേരിയോട് ഇത് ചോദിച്ച് ലൂക്കോസ് കാര്യം ചോദിച്ചപ്പോൾ പോയിന്റായിട്ടാണ് കാര്യം പറയുന്നത്. നിങ്ങളും ശ്രദ്ധിച്ചേ ആ വാക്യങ്ങൾ. 7 പോയിന്റും ദൂതൻ പറഞ്ഞത് മേരി എന്ത് ചെയ്യാണ്? തോക്കിനകത്ത് ഇട്ടിരിക്കുന്ന ഉണ്ട ഇങ്ങനെ ക്രമത്തിന് വരുന്നത് പോലെ മേരിയുടെ വായിലൂടെ പോയിന്റായിട്ടാണ് വരുന്നത്. സ്വോത്രം. അതൊരു കൃപയാ. ദൈവം പറഞ്ഞത്, ദൈവാലോചന അടുക്കിന് കൈമാറുന്ന, അടുക്കിന് ഉള്ളിൽ കയറ്റി അടുക്കിന് തിരിച്ചു തള്ളാൻ പറ്റുന്നെങ്കിൽ അതൊരു കൃപയാ. ആ കൃപ എനിക്ക് വേണമെന്ന് എത്ര പേർക്ക് കാംക്ഷയുണ്ട്? സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കൃപ ദൈവം തന്നാൽ ഒത്തിരി അനുഗ്രഹമാ. ഇത്രയും പറഞ്ഞ് നിർത്തുക. എന്നിട്ട് അടുത്ത വാക്ക് ഇത് എങ്ങനെ സംഭവിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇത് എങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? ഏത്? സ്തോത്രം. ഞാൻ പുരുഷനെ അറിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ആ വാക്ക് മലയാള ബൈബിളിൽ അല്പം വ്യത്യസ്തമായ പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ അപഗ്രഥിച്ച് ചിന്തിക്കേണ്ട, പഠനവിധേയമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അത്രയും നമ്മൾ അങ്ങോട്ട് പോകണ്ട, അവിടെ നിൽക്കുക. അപ്പം ഇത് എങ്ങനെ സംഭവിക്കും? ചോദ്യം. ഉത്തരം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ചോദ്യം ഈ മണ്ണിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരം വിണ്ണിൽ നിന്നാണ്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. മണ്ണിൽ നിന്നുള്ള ഒത്തിരി ചോദ്യവുമായി ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവർക്ക് വിണ്ണിൽ നിന്നൊരു ഉത്തരം നൽകുന്ന രാത്രിയാണ് ഈ രാത്രി. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ആമേൻ. നീ ചോദിക്കുന്ന ചോദ്യം മണ്ണിൽ നിന്നുള്ള ചോദ്യമാണ്. ആമേൻ. ഈ ഊഴിയിലെ ചോദ്യമാണ്. ആമേൻ. നിന്റെ സാഹചര്യം വെച്ചുള്ള ചോദ്യമാണ്, നിന്റെ അറിവ് വെച്ചുള്ള ചോദ്യമാണ്. എന്നാൽ അതിന് ദൈവം നൽകുന്ന ഉത്തരം ഉയരത്തിൽ നിന്നുള്ള മറുപടിയാണ്.
ഈ ദൂത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റും? ആമേൻ. ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മണ്ണിൽ നിന്ന് ഉയരുന്ന ചില ചോദ്യങ്ങൾക്ക് വിണ്ണിൽ നിന്ന് ഉത്തരം അവൻ ദൈവം നൽകുന്നു എന്ന് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. ദൈവം ചില ഉത്തരങ്ങൾ, ദൈവം ചില മറുപടികൾ അവൻ നൽകുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ ഈ മണ്ണിന്റെ മക്കള് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉയരത്തിൽ നിന്നുള്ള ചില മറുപടികൾ, ഉയരത്തിൽ നിന്നുള്ള ചില മറുപടികളെ ഇന്ന് രാത്രി സ്വീകരിക്കാം. ഈ ദൂതേറ്റെടുത്ത് അല്പനേരം ദൈവത്തെ സ്തുതിച്ചാരാധിച്ചേ. ദൂരം വേദം വൈഡം വേദം അന്ധരാജനാദിനിയാതന. ദൈവം ഉത്തരം പറയാൻ പോകുന്നു. സന്ദേശവാഹിയായ ദൂതൻ, ദൂത് കൈമാറുന്ന ദൂതൻ. ആമേൻ, സ്തോത്രം. ഈ മറുപടി മേരിക്ക് കൊടുത്തപ്പം ഈ മറുപടി ദൂതന്റെ കൈ സ്റ്റോക്കായിരുന്നോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. മറുപടി ദൂതന്റെ കയ്യിൽ. ഇത് ദൂതുവാഹിയാണ്. ആര്? ഗബ്രിയേൽ മലാഖ ദൂതുവാഹി. ദൂതുവാഹിയായ സന്ദേശവാഹിയായ ദൂതന് കയ്യിൽ ഈ മേരിയുടെ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൂതന്റെ കീശയിൽ. ദൂതന് കീശയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻജനോളജിയിൽ ദൂതന് കീശയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനൊരാശയം അങ്ങ് കാവ്യാത്മകമായി പറയുകയാണ്. സ്തോത്രം. കീശയിൽ അല്ലെങ്കിൽ ദൂതന്റെ ആശയസഞ്ചിക്കകത്ത്. സ്തോത്രം. മേരി ചോദിക്കാനുള്ള ചോദ്യമെല്ലാം, ആ ചോദിക്കുന്ന ചോദ്യമെല്ലാം സർവജ്ഞാനിയായ ദൈവം കണ്ടിട്ട് അതിനുള്ള മറുപടിയും ആമേൻ കൊടുത്തിട്ടാ വിട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മറുപടിയും ദൂതനൊന്നു പോയിട്ട് പിന്നെ മറുപടിയും കൊണ്ട് വരണ്ടി വന്നില്ല. ഓൾറെഡി അതിനുള്ള മറുപടി ദൂതന്റെ കൈ സ്റ്റോക്കായിരുന്നു. ദൂതൻ കയ്യിന്നിട്ട് പറഞ്ഞതുമല്ല. ദൂതൻ അവൻ തന്റെ ആശയ സഞ്ചിക്കകത്ത് ഈശൻ ദൂത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ദൂത് ഏറ്റെടുത്തൊന്ന് സ്തോത്രം ചെയ്യണം. ആമേൻ. നമ്മുടെ ചെറിയ ചോദ്യങ്ങൾ, നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ നിന്ന് ഉയർന്ന ചില ചോദ്യങ്ങൾ, നമ്മുടെ കൊച്ചറിവിൽ നിന്ന് ഉയർന്നിരിക്കുന്ന ചില ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ സർവജ്ഞാനി അറിഞ്ഞിട്ട് ആമേൻ, സ്തോത്രം, അതിനുള്ള ഉത്തരവും കൂടെ എൻ്റെ ദൈവം അവൻ കാലതാമസമില്ലാതെ കൈമാറിയെങ്കിൽ ഇന്നു രാത്രിയിൽ അവൻ ദൈവത്തിന്റെ ഉത്തരം നൽകൽ, അവൻ പഴുതടച്ച ഉത്തരം നൽകലാണ്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഇവിടെ മനുഷ്യൻ ഉത്തരം പറഞ്ഞാൽ ഉത്തരത്തിനകത്ത് ഉത്തരം മുട്ടി പലരും വിഷമവൃത്തത്തിലായി അങ്ങനെ കറങ്ങി അതായത് മൂളലും ഞരങ്ങലും ഒക്കെ എഡിറ്റ് ചെയ്യുന്നവർക്ക് കല്ലുകടി എന്ന് പറയുന്ന ഭാഷക്കകത്ത് കയറുന്ന ആ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വലിഞ്ഞ് വളരെ ലാഗായിട്ടുള്ള ഉത്തരമായിരിക്കും ഇവിടെ ഉള്ളവർ തരുന്ന ഉത്തരം. എന്നാൽ എൻ്റെ ദൈവം ഉത്തരം പറഞ്ഞാൽ പഴുതടച്ച് ഉത്തരം പറയുന്ന അവൻ ശ്രേഷ്ഠനാണെന്ന് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിനക്ക് എന്റെ ദൈവം നൽകുന്ന ഉത്തരം പഴുതടച്ച ഉത്തരമാണ്. പിന്നീട് മേരിക്കൊരു ചോദ്യം ഇത് സംബന്ധമായി ചോദിക്കേണ്ടി വന്നിട്ടില്ല.
പിന്നീട് മേരിക്ക് ഇത് സംബന്ധം ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നീട് ആരെല്ലാം കുത്തി ചോദിച്ചിട്ടും പരിശുദ്ധാത്മാവ് തന്നെയാണോ മേരി, നീ പറയുന്നത് സത്യമാണോ മേരി എന്നൊക്കെ തിരിച്ചും മറിച്ചും ജൂത പണ്ഡിതന്മാരും അവിടെയുള്ള ചുറ്റുപാടുകളും യഹൂദന്റെ ബുദ്ധിയല്ലേ, കിഴിഞ്ഞ ബുദ്ധി, കാഞ്ഞ ബുദ്ധിയല്ലേ ഒക്കെ ഈ ചോദ്യമൊക്കെ വന്നിട്ട് മേരി കുലുങ്ങിയില്ല. മേരി കുലുങ്ങാത്തതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പഴുതടച്ച ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഏത് ശക്തികൾ നിന്നെ ചോദ്യം ചോദിച്ച് കുഴയ്ക്കാൻ നോക്കിയാലും എൻ്റെ ദൈവം കൃത്യമായി ഉത്തരം തന്ന പഴുതടച്ച ഉത്തരം കിട്ടിയാൽ അതിൽ മുറുകെ പിടിക്കുന്ന നിനക്ക് എവിടെയും കുലുങ്ങേണ്ടി വരത്തില്ലെന്ന് ഇന്നു രാത്രിയിൽ ആത്മാവിൽ ദൂത് കൈമാറുമ്പോൾ ഈ ആലോചന ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഓ റബാനാസ് അംധരാമനാസ് ശബാനമനഗശസ്. പ്രിയരെ, ഈ ചോദ്യത്തിൻ്റെ ദൈവത്തിന് ഒരു കാര്യവും സാധ്യമാകില്ല, അസാധ്യമല്ലല്ലോ എന്ന ചോദ്യത്തിന് ഇത് എങ്ങനെ സംഭവിക്കും? ഏതാ മേരി? ഏതാണെന്നുള്ളതിൻ്റെ ഇവിടുന്ന് അതിൻ്റെ മനസ്സിലാകുന്നൊരു ഭാഷ നമുക്ക് കാണുമെങ്കിലും കുറച്ചും കൂടെ ഡീപ്പായത് യെശയ്യാ പ്രവചനം 53:2 ഒന്ന് വായിച്ചു. അടുത്തത് അടിവരയിട, ചുമന്ന മഷി ഉണ്ടെങ്കിൽ ഇട്ടോ അടിവര, വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ. വരണ്ട നിലത്ത് ഒരു വേരും മുളയ്ക്കുകയല്ല. സ്വത്രം നനവിന്റെ കണികയില്ലാത്ത, ഈർപ്പത്തിന്റെ കണികയില്ലാത്ത ഉണങ്ങിക്കിടക്കുന്ന ഭൂമി ഒന്നിനും കൊള്ളാത്തതാണെന്ന് തോന്നും. എന്നാൽ അതിൻ്റെ മുകളിൽ ഒരു മഴ പെയ്താൽ പല വിത്തും തലമുക്കും. എന്നാൽ ഇത് മഴ പെയ്തിട്ടില്ല, നനഞ്ഞിട്ടില്ല, നനവില്ലാത്തത് വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ മുളച്ച ഒറ്റ മുളയേ ഉള്ളൂ. അത് ഈശായുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ശ്രേഷ്ഠമായ മുള. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കരേറ്റാമോ? ഇതെങ്ങനെ സംഭവിക്കും? അതിന്റെ ഉത്തരം ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവം എങ്ങനെ ആ കാര്യം കൈകാര്യം ചെയ്യും? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അന്നേരം വരണ്ട നിലത്ത് മുള, വരണ്ട നിലത്ത് നിന്ന് വേറെ മുളയ്ക്കും. സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവിനാൽ സാധിക്കും. നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ വരണ്ടതാണ്. നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഒരു മുളയും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയില്ലാത്ത വരണ്ടതാണ്. ഒരു ഈർപ്പവും ഇല്ലാത്തതാണ്. എന്നാൽ അവിടേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ശാസ്ത്രം വികസിക്കാത്ത കാലത്ത് ഒരു കന്യകയായി നിന്ന് ഗർഭവതിയായി കന്യകയായി നിൽക്കുമ്പോൾ പ്രസവിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദൂതിന്റെ ആഴം ഗ്രഹിച്ച ദൈവമക്കൾ അല്പനേരം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഈ വചനം ഒന്ന് ചേർത്തി പറഞ്ഞാട്ട് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സ്വത്രം നടക്കില്ലെന്ന് പറഞ്ഞ ശത്രുക്കൾക്ക് പറഞ്ഞാട്ട് പിശാച് ഓതി തന്ന വാക്കുകൾ സ്വത്രം അതിന് മറുപടിയായി പറഞ്ഞാട്ട് നിനക്കെതിരെ വൈരികൾ ആക്രോശിക്കുന്ന നെഗറ്റീവ് ശബ്ദം കേൾക്കാൻ പറഞ്ഞാട്ട് സ്വത്രം അസാധ്യമെന്ന് നിന്റെ മനസ്സ് പറയുന്നിടത്ത് പറഞ്ഞാട്ട് ബുദ്ധിക്ക് അപ്പുറമായി കയറി പറഞ്ഞാട്ട് വിശ്വാസത്തിന്റെ വീര്യത്തിൽ പ്രഖ്യാപിച്ചാട്ട് ആരോഗ്യമുള്ള വിശ്വാസി പറഞ്ഞാട്ടെ. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. എല്ലാ കണ്ണുകളും അടച്ച് കൈകൾ തട്ടി അല്പനേരം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ഈ ഹാളിനകത്ത് ചില അസാധ്യമായ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ഇടപെടൽ നടക്കുന്നു. കുടുംബങ്ങൾക്കകത്ത് ഇടപെടൽ നടക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി സൂപ്പർ നാച്ചുറൽ പവർ, റിസറക്ഷൻ പവർ വ്യാപരിക്കുന്നു.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെ കാലങ്ങളായി വരണ്ട് കിടക്കുന്ന ചില വിഷയത്തിന്റെ മേൽ കെട്ടുപൊട്ടുന്ന രാത്രിയാണ്. ഇന്നു രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയാണ്. വിശ്വാസത്താൽ സ്വീകരിച്ച് ആത്മാവിൽ ഏറ്റെടുത്ത് ആരാധിച്ചാട്ടെ.